ദുൽഖർ സൽമാനെ കാണാനില്ല. അപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞ ഞാനല്ല, കർമ്മ ന്യൂസാണ് ഈ ഒരു സംഭവം പറഞ്ഞേക്കണം. അപ്പൊ ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ, അതായത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ദുൽഖർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സ്റ്റോറിനകത്ത് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വന്ന് ഇങ്ങനെ നമ്മുടെ കേരളത്തിനകത്തും എല്ലായിടത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിനെ ഒരു ഗ്യാങ് റേപ്പ് ചെയ്തൊരു സംഭവം ദുൽഖർ സ്റ്റോറി ഇട്ടത്. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ നോക്കണമെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്ക് തന്നെ, നമുക്കൊരു ഇന്ത്യ എന്ന് പറയാൻ തന്നെ പലപ്പോഴും അപമാനം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. കാര്യം നമുക്ക് അത്രയും നീചമായിട്ട് നമ്മുടെ നാട്ടിനകത്ത് വിദേശത്ത് നിന്ന് വന്ന ഒരാളെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്രയും വൃത്തിയായിട്ടൊരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ കുറെ നാളത്തേക്ക് ദുൽഖറിന്റെ വിവരമൊന്നുമില്ല. അതായത് ദുൽഖർ ഇപ്പൊ സോഷ്യൽ മീഡിയനകത്താണെങ്കിലും അധികം ആക്റ്റീവ് ഒന്നല്ല. അപ്പൊ ആ പുള്ളീനെ മൊത്തത്തിൽ അങ്ങനെ കാണാനുള്ള സോഷ്യൽ മീഡിയനകത്താണെങ്കിലും എവിടെയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നിൽക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ എന്നോ അല്ലെങ്കിൽ ഇപ്പൊ പബ്ലിക്കായിട്ട് ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ കാണാണ്ട് പോയെന്നാണ്. എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണേ. ഇപ്പൊ നമ്മളാണെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ പല സിറ്റുവേഷനകത്ത് നമ്മൾ സോഷ്യൽ മീഡിയന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. അതേപോലെ പബ്ലിസിറ്റിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ടാവും. കാര്യം നമുക്കെന്ന് പറഞ്ഞാൽ അത്രയും ഇങ്ങനെ എപ്പോഴും എക്സ്പോഷർ കിട്ടി നമുക്ക് പിന്നെ അതൊരു ഭയങ്കര സ്ട്രെസ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബാക്ക് ഫോർവേഡ് ചെയ്തിട്ട് പിന്നെ ഒരു ആക്റ്റീവായിട്ട് പിന്നെ തിരിച്ചു വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ഡിപ്രഷനകത്ത് കൂടെ കടന്നു പോയായിരിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ പറയുന്നത് പുള്ളി ഡിപ്രഷനകത്താണെന്നൊന്നല്ല, പക്ഷെ എന്നാലും എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് ഈ കർമ്മ ന്യൂസ് പറഞ്ഞിട്ടുണ്ടാക്കണം ദുൽഖറിനെ കാണാനില്ല എന്ന്. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു തംബ്നെയിൽ നമ്മൾ നോക്കണമെങ്കിൽ, അതായത് ദുൽഖറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നീട്ട പോസ്റ്റിന്റെ തംബ്നെയിൽ നോക്കണമെങ്കിൽ മലപ്പുറത്തെ സംഭവത്തിന് ശേഷം ദുൽഖർ സൽമാനെ കാണാനില്ല. മലപ്പുറത്ത് എന്തോ സംഭവത്തിന് മലപ്പുറത്തുണ്ടായ ഒരു സംഭവത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് ഇത് കണ്ടിട്ട് പറയാം. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തെ കാണാതായത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ദാരുണമായ സംഭവം അരങ്ങേറിയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലപ്പുറത്ത് ചെറിയ ചെറിയ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ചെറുകിട ഫുട്ബോൾ കളിക്കാരൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഐവറി കോസ്റ്റിൽ നിന്നുള്ള ഒരു കളിക്കാരൻ്റെതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഐവറി കോസ്റ്റുകാരനായ ഈ കളിക്കാരനെ കളിക്കിടയിൽ കാണികൾ വംശീയമായിട്ട് ആക്ഷേപിക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന് നിറം വെച്ചിട്ടും അദ്ദേഹത്തെ കറുത്തവെന്നും കറുത്ത കുരങ്ങെന്ന് ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ പ്രതികരിക്കും. അങ്ങനെ ആ കളിക്കാരൻ പ്രതികരിച്ചപ്പോൾ മലപ്പുറത്തെ നന്മയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കല്ലെറിയുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം എല്ലാം കിട്ടിയതിന് ശേഷം ഈ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള കളിക്കാരൻ എംബസിയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, കേരളം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിൽ പറഞ്ഞു. ഇനി കേരളത്തിൽ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയായി കൊടുത്തില്ല. ചില മാധ്യമങ്ങൾ മാത്രമാണിത് പ്രത്യേകമായിട്ട് വാർത്തയായിട്ട് കൊടുത്തത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലായതുകൊണ്ട് ഇത് വളരെ ഒതുക്കിയാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എന്താണ് ഇതും ദുൽഖർ സൽമാനുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞതിന് ശേഷവും ദുൽഖർ സൽമാൻ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം സ്ഥലത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ തല അപമാന ഭാരം കൊണ്ട് കുനിഞ്ഞുപോയി എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുള്ള കാരണം ഛത്തീസ്ഗഡിലോ മറ്റോ, അത് ഉത്തരേന്ത്യയാണല്ലോ, അവിടെ മറ്റോ ഒരു വിദേശ വനിത ആക്രമിക്കപ്പെട്ടു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപമാന ഭാരം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോകുന്നു എന്ന് പ്രതികരിച്ച വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. അതേ ദുൽഖർ സൽമാൻ മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പ്രതികരിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഇവിടെ ഇല്ലെന്നോ, നാട് വിട്ടെന്നോ, കാണാനില്ലെന്നോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ആയിരിക്കാം. എന്തായാലും ദുൽഖർ സൽമാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്പരൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇങ്ങനെയാണ് 369369369 അങ്ങനത്തെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പൊന്നു, ഇവർ പറയാനായിട്ടാ തോന്നണത് ഇവരെ എല്ലാ ദിവസവും ദുൽഖറിനെ കണ്ടിരിക്കണേണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് പുള്ളിനെ കാണാണ്ടായപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇവർ വന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത്. കാര്യം അവർ പറയണതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഇപ്പൊ ദുൽഖറിനെ നമ്മൾ നോക്കണമെങ്കിൽ, ദുൽഖറിന്റെ മുന്നത്തെ ഒരു സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അധികം അങ്ങനെ പബ്ലിക്കിനകത്ത് നടക്കുന്ന ഇഷ്യൂവിനകത്തൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കണമെങ്കിൽ അടുത്ത് നമ്മുടെ മറ്റേ വനിതയുടെ, അതായത് വിദേശ വനിതയുടെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും മാത്രമാണ് പുള്ളിക്കാരൻ പ്രതികരിച്ചതായിട്ട് ഞാൻ എന്റെ കൺമുമ്പിൽ പെട്ടേക്കണത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് പുള്ളിക്കാരൻ എന്ത് വിഷയം വന്നാലും അങ്ങനെ പ്രതികരിക്കുന്നതോ അങ്ങനത്തെ ഒരാളല്ല ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ. കാര്യം പുള്ളി എന്ന് പറഞ്ഞ ഒരു ഫിലിം സ്റ്റാർ ആണ്. അപ്പൊ പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയനകത്ത് വന്നിട്ട് ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും വിഷയം നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്ന് വീഡിയോ ഇടുക, അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, പുള്ളിക്ക് അത്രയും വിഷമം വന്നുകൊണ്ടായിരിക്കും പുള്ളി ആ
ഒരു സംഭവം ഇട്ടത്, അതായത് വിദേശ വനിതയുടെ ആ ഒരു സംഭവം ഇട്ടത്. അപ്പൊ അത് ഇട്ടെന്നും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു വിഷയം, അതായത് മലപ്പുറത്ത് ഇപ്പൊ വംശീയമായിട്ട് പുള്ളിക്കാരനെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അങ്ങനെ ചെയ്തത് അത് എന്തായാലും മോശം പരിപാടി തന്നെയാണ്. കാര്യം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരാളെ ചെയ്യാൻ പാടില്ല, അയാളെ വംശീയമായിട്ടോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്തവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അവരെന്നൊക്കെ പറഞ്ഞ ആ നാടിന്റെ തന്നെ ശാപങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ മലപ്പുറത്തിന്റെ ആണെങ്കിലും ഏത് നാടിന്റെ ആണെങ്കിലും. പക്ഷേ അവരങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് മലപ്പുറക്കാരെല്ലാം അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കർമ്മ ന്യൂസ് കടന്ന് പെടാപ്പാട് പെടുന്നതായിട്ടാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഇപ്പൊ നമ്മുടെ ദുൽഖർ സൽമാൻ ഈ ഒരു വിഷയത്തിനകത്ത് പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങേരെ പുള്ളീനെ കാണാനുണ്ടാവൂല. എന്തൊക്കെയാണ് ഇവർ ഈ വന്നിരുന്ന് പറയണം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു വിഷയത്തിനകത്ത് എപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ ഇടാണ്ടിരിക്കുന്നതാണ്, അപ്പോൾ വന്നിട്ട് പറയണേ ഞാൻ കാണാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ആർക്കായാലും അതൊക്കെ തന്നെയല്ലേ ഫീൽ ചെയ്യുള്ളൂ. അതിന് പിന്നെ ദുൽഖർ സൽമാനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വിളിക്കേണ്ട നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു, എന്തായാലും കണ്ടു കിട്ടുന്നവരുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ ആ നമ്പറിനകത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവനെ ദുൽഖർ സൽമാനെ ഭദ്രമായിട്ട് കൊണ്ടുപോയി വീട്ടിൽ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയണത്. അപ്പൊ ബാക്കിയുണ്ട് പിന്നെ ചില പ്രത്യേക അസുഖമുള്ള ആളുകളുണ്ട്. നേരത്തെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂടെന്ന സിനിമാ നടനും ഈ അസുഖം കുറച്ച് കലശലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അസുഖം കലശലായി കഴിഞ്ഞപ്പോഴാണ് ചില സംഖ്യകൾ കുറച്ച് നല്ല ഡോസ് കൂടിയ മരുന്നുകൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ അസുഖത്തിന് കുറച്ച് ശമനം വന്നതിന് ശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ അസുഖത്തിൻ്റെ തുടക്ക സ്റ്റേജിലാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഡോസ് കൂടിയ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അസുഖത്തിനെ നിയന്ത്രണത്തിലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇത് പിടിവിട്ടുപോകും. അതാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദുൽഖർ സൽമാൻ ഇങ്ങനെ ഒരു സംഭവം വന്ന് പബ്ലിക്കിനകത്ത് പറഞ്ഞിട്ടില്ല. കാര്യം പുള്ളിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നോ ഒന്നും പുള്ളി വന്ന് പബ്ലിക്കിനകത്ത് പറഞ്ഞായിട്ട് എൻ്റെ അറിവിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ പുള്ളിക്ക്, അതായത് ഈ കർമ്മ ന്യൂസിനെ എങ്ങനെ അറിയാം ദുൽഖർ സൽമാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അത് കൂടെ കടന്നു പോവുകയാണ്, പുള്ളിക്ക് എന്തെങ്കിലും, അതായത് ഇപ്പൊ ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസുഖമാണ്, അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഇത് പിടിവിട്ട് പോകും എന്നുള്ള രീതിക്കൊക്കെ അങ്ങോട്ട് ഇരുന്ന് തള്ളണയാണ്. അതായത് എന്തെങ്കിലും ഇപ്പൊ ഒരു ക്യാമറ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം, ദുൽഖർ സൽമാൻ 2-3 ദിവസമായിട്ട് ദുൽഖർ സൽമാനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവിടെ നമ്മുടെ പബ്ലിക്കായിട്ടോ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ദുൽഖർ സൽമാൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സാധനം അങ്ങ് അടിച്ചങ്ങോട്ട് ഇറക്കും. അതായത് ഇത്തിരിയെങ്കിലും ഇവറ്റൊക്കെ തലയ്ക്ക് ബോധം ഉണ്ടാകുന്നതാണ് ഞാൻ ഈ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി എന്തായാലും ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ നമ്പറിൽ കണ്ടുകിട്ടുന്നവർ അറിയിച്ചാൽ നന്നായിരിക്കും. മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കര നന്മയുള്ള ആൾക്കാരാണെന്ന് പറയും. ഇതായിരിക്കും അവരുടെ ഒരുപക്ഷെ നന്മ. ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു കളിക്കാരൻ, അവൻ്റെ നിറം അല്ലെങ്കിൽ അവൻ്റെ വംശം അങ്ങനെ ആയതുകൊണ്ട് അവനെ ആ വംശത്തിൻ്റെ പേരിലും അവൻ്റെ നിറത്തിൻ്റെ പേരിലും അവനെ അപമാനിക്കുകയും ദേഹോപദ്രവം ചെയ്യിക്കുന്നതാണോ മലപ്പുറത്തെ നന്മ എന്ന് ചോദിച്ചു പോവുകയാണ്. ആ ഭാഗത്തൊക്കെയാണ് വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഫേസ് ക്രീമിൻ്റെയും മറ്റുമൊക്കെ പരസ്യം നമ്മൾ കണ്ടിരിക്കുന്നത്, റീലുകളും മറ്റുമൊക്കെ. ഇതേ സംഭവം കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ ഇതേ ആളുകൾ തന്നെ ചോദിക്കുക, ഇതാണോ ആർഷഭാരത സംസ്കാരം, ഇതാണോ അതിഥി ദേവോ ഭവ എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇത് അറബ് സംസ്കാരമാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ കുരു പൊട്ടാൻ പാടില്ല എന്നേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. കണ്ടു കിട്ടുന്നവർ ആ നമ്പറിനകത്ത് ബന്ധപ്പെടുക. ഈ ദുൽഖർ സൽമാൻ വല്ല സാധനമാണോ, കളഞ്ഞുപോയ വല്ല സാധനമാണോ? എനിക്ക് അറിയാൻ വയ്യാത്തോട് ചോദിക്കണം. ഇങ്ങനെ പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ പുള്ളി പറയുന്നുണ്ട്, അതായത് മലപ്പുറംകാരുടെ സ്നേഹം എന്ന് പറഞ്ഞ് ഇതാണോ എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അതായത് ഇപ്പം നിങ്ങൾക്ക്, അതായത് ഇപ്പം പല രീതിക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവം ഉണ്ടാവും, അതൊന്നും ഞാൻ അതിനകത്തേക്ക് വലിച്ചിടുന്നില്ല. പക്ഷെ നിങ്ങളൊരു സ്ഥലത്തിന്, അതായത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ആ ഒരു ജില്ലേനെ മൊത്തമാണ് നിങ്ങൾ ഈട്ട് പറഞ്ഞിട്ടിരിക്കണം. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഒരു വിഷയം നടക്കാം. കാര്യം എല്ലാവരും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ പലരും പല രീതിക്കായിരിക്കും പ്രതികരിക്കണം. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ പല രീതിയിലുള്ള ഉളകൾ ഉണ്ടാവും, അതേപോലെ നല്ല മനുഷ്യന്മാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെയാണ് മലപ്പുറം. അപ്പൊ അവിടെ ഉള്ള കുറച്ച് ഉളകളാണ് ഈ പറഞ്ഞ പരിപാടി കാണിച്ചത്. അപ്പൊ അങ്ങനെയുള്ളവന്മാരെയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ എന്താ ചെയ്തേക്കണത്, നിങ്ങൾ ഇവിടെ ചെയ്തേക്കണത് എന്ന് പറഞ്ഞാൽ മലപ്പുറംകാർ ഫുള്ളും അങ്ങോട്ടും മോശമാണ്, അവർ മൊത്തം മോശമാണ്, ഞങ്ങൾ ഈ ഇന്ത്യയാണ് അടിപൊളി എന്നുള്ള രീതിക്കൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സംഭവം പറഞ്ഞ് വെച്ച് ഒപ്പിക്കാനായിട്ട്, അതായത് ഈ മലപ്പുറം
ഇന്ത്യയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവരുടെ അതിനകത്ത് എനിക്ക് തോന്നുന്നു മലപ്പുറം ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ മാറിക്കിടക്കണ വല്ല ജില്ലയോ അങ്ങനെ വല്ല സംഭവമൊക്കെ ആയിരിക്കും. പിന്നെ ഇവർ പറയുന്നുണ്ടല്ല, ഇതാണോ ആർഷഭാരത സംസ്കാരം എന്ന് നിങ്ങൾ ചോദിച്ചേനെ എന്നുള്ള രീതിക്കൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെന്തുട്ടാണ് ഇവിടെ കാണിച്ചിട്ടിരിക്കണം? അതായത് കുറച്ച് നാള് അയാൾ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളെ പിടിച്ചങ്ങ് കാണാണ്ടാക്കി. ഇപ്പൊ ദുൽഖർ സൽമാൻ ഒന്നും എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് വന്ന് പ്രതികരിച്ചൊന്നും പറയാനൊന്നും പോള. ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതും ഇവർക്ക് കോളാണ്. കാര്യം അങ്ങനെ ഇവർക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ എന്തെങ്കിലും നാറേ വഴി കൂടെ പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ ദുൽഖർ സൽമാൻ എവിടെയും കാണാണ്ട് പോയിട്ടുമില്ല, അല്ലാണ്ട് ഒരു പരിപാടിയില്ല. കാര്യം ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം എല്ലാവരും അറിയും. അല്ലാണ്ട് ഇപ്പൊ ദുൽഖർ സൽമാൻ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അവരെ അത്രയും അങ്ങനെ ടോപ്പ് സീക്രട്ട് ആയിട്ട് വെച്ച് ദുൽഖർ സൽമാൻ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ഇവർക്ക് ഇതൊക്കെ എവിടെ നിന്നാ കിട്ടണേ? അതാണ് നിങ്ങൾ ഇത് പറയണതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതെന്താണ് നിങ്ങൾ ഇതൊക്കെ പറയണതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം എന്താണെന്നാണ് ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാനായിട്ട് ബൈ.